സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികൾ പെടാത്തതേത്? ഹോപ്പാണ് പെടാത്തത്. ഹോപ്പ് എന്നാൽ വിവിധ സർക്കാർ ഇതര വകുപ്പുകൾ, പോലീസ് എന്നീ വിഭാഗങ്ങളുമായി ചേർന്ന് പൊതുജന പങ്കാളിത്തത്തോടെ പഠനം മുടങ്ങിയവർക്ക് തുടർ പഠനം നടത്തി പഠനം പൂർത്തിയാക്കാനാകുന്ന പദ്ധതിയാണ് ഹോപ്പ്. അപ്പോൾ മറ്റു മൂന്നെണ്ണവും സ്ത്രീ സുരക്ഷാ പദ്ധതികളാണെന്ന് നമുക്ക് മനസ്സിലായി. നിർഭയ, അപരാജിത, പിങ്ക് പോലീസ്. അപ്പോൾ അത് മൂന്നും എന്താണെന്ന് നോക്കാം. സ്ത്രീധന പീഡനം, വനിതകൾ നേരിടുന്ന ഗാർഹിക പീഡനം എന്നിവയ്ക്കായുള്ള സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ഓൺലൈൻ പരാതി പരിഹാര സംവിധാനമാണ് അപരാജിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. എന്താണ് നിർഭയ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച 2016 ഓഗസ്റ്റ് 15 നിലവിൽ വന്നതാണ് പിങ്ക് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹോപ്പ്? പഠനം മുടങ്ങിക്കിടക്കുന്നവർക്ക് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പോലീസും വിവിധ സർക്കാർ ഇതര വകുപ്പുകൾ പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. അപരാജിതം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്ത്രീധന പീഡനം, വനിതകൾ നേരിടുന്ന ഗാർഹിക പീഡനം എന്നിവയ്ക്കെതിരായിട്ട് സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ഓൺലൈൻ പരാതി പരിഹാര സംവിധാനമാണ് അപരാജിത. നിർഭയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. പിങ്ക് പോലീസ് എന്ന് പറയുന്നത് 2016 ഓഗസ്റ്റ് 15 നിലവിൽ വന്ന കേരള സർക്കാർ പദ്ധതിയാണ്. എന്തിനു വേണ്ടി നിലവിൽ വന്നതാണ്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പദ്ധതിയാണ്. താങ്ക് യു.